പ്രൈസ് ദ ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ രാവിലെ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കലും കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാൻ ദൈവം തരുന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 10-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. പിതാവായ ദൈവം പുത്രനായ യേശുവിനോട് പറയുന്നു, യേശു കർത്താവിനോട് പറയുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠത്തിൽ വരുവാൻ നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കണം. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്താണ് ഇപ്പൊ കർത്താവായ യേശു ഇരിക്കുന്നത്. യേശു ക്രിസ്തു കാൽവറി മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗത്തിൽ കയറി പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. എന്തിനാ? എല്ലാ ശത്രുക്കളും യേശുവിന്റെ പാദപീഠത്തിലാകുവാൻ. വളരെ ഒരു കാര്യം പരിശുദ്ധാത്മാവി രാവിലെ പറയുന്നു: ക്രൂശിന്റെ ശത്രുക്കൾ, ദൈവവചനത്തിന്റെ വിരോധികൾ, സുവിശേഷ വിരോധികൾ യേശുവിന്റെ പാദപീഠത്തിൽ വന്ന് അവനെ ആരാധിക്കുവാൻ കർത്താവായ യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മ ഒറ്റ കാര്യം പറയുന്നത്: നിന്റെ ശത്രുക്കളായ ആളുകൾ, നിന്നെ കുറ്റം പറയുന്ന, നിന്നെ വിരോധികളായി, നിനക്ക് വിരോധമായി സംസാരിക്കുന്ന, വിരോധമായി വിരൽ ചൂണ്ടുന്ന, നിനക്കെതിരെ ആയുധമുണ്ടാക്കുന്ന നിന്റെ എതിരാളികൾ ആരായാലും അവരെല്ലാം ദൈവസന്നിധിയിൽ വരുവാനുള്ള ഒറ്റ മാർഗം നീ അവന്റെ പാദപീഠത്തിൽ ഇരിക്കാം. ഇന്ന് പകൽ കർത്താവ് പറയും: നിന്റെ എല്ലാ ശത്രുക്കളും നിന്റെ അടുക്കൽ വരും. അവർ നിന്റെ അടുക്കൽ യാചിച്ചുകൊണ്ട് വരും. പക്ഷേ പറയും നിന്റെ അടുക്കൽ യാചിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഈ പ്രഭാതം പരിശുദ്ധാത്മ പറയുന്നു: ശത്രു അവനെ മിത്രമാക്കാൻ നമുക്ക് പറ്റത്തില്ല. അവൻ എപ്പോഴും നമ്മുടെ എതിരാളി തന്നെയാണ്. എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു: നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി, നിന്റെ പാട്ടിന് വിരോധമായി, നീ വിശ്വാസത്തിൽ വന്നതിന് വിരോധമായി, നീ ദൈവത്തെ ആരാധിച്ച് വിരോധമായി എതിരേറ്റ എല്ലാ ശത്രുക്കളും അടുത്ത നാളുകളിൽ നിന്റെ കൂടെ ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കും. ഈ വചനത്തെ മുറുകെ പിടിക്കുക. അതിനുവേണ്ടി നീ ചെയ്യേണ്ട കാര്യം, യേശു കർത്താവിന്റെ വലത് ഭാഗത്ത് നീ ഇരിക്കുക, അവന്റെ കൂടെ നീ ഇരിക്കുക, അവനോട് ചേർന്നിരിക്കുക, അവന്റെ സന്നിധിയിലിരിക്കുക, അവന്റെ പാദപീഠത്തിലിരിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. അതുകൊണ്ട് നമുക്കതിനുവേണ്ടി സമയം വേർതിരിക്കാം. ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ. ആമേൻ.